നിങ്ങളുടെ പൂച്ച നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലളിതമായ മ്യാവു എന്നതിനപ്പുറം പൂച്ചകൾക്ക് ഒരു രഹസ്യ ഭാഷയുണ്ട്. ഇന്ന് നമ്മൾ പൂച്ചകളുടെ രഹസ്യ ഭാഷ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പൂച്ചക്കുട്ടി യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. ശബ്ദങ്ങൾ മുതൽ ശരീരഭാഷ വരെ ഓരോ ചലനത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമുക്ക് ശബ്ദങ്ങളിൽ നിന്ന് തുടങ്ങാം. വ്യത്യസ്ത മ്യാവുകൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ചെറിയ മൂർച്ചയുള്ള മ്യാവു സാധാരണയായി എന്തെങ്കിലും വേണമെന്നാണ് അർത്ഥമാക്കുന്നത്. പലപ്പോഴും അത് ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാവാം. നീണ്ട മ്യാവു പലപ്പോഴും നിരാശയോ അല്ലെങ്കിൽ അടിയന്തരമായ ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ചീർപ്പ് പോലെയുള്ള ചെറിയ മ്യാവുകൾ സാധാരണയായ ഒരു അഭിവാദ്യമാണ്. നിങ്ങളുടെ പൂച്ച ഹലോ പറയുകയാണ്. ഇനി നമുക്ക് മുരളലിനെ കുറിച്ച് സംസാരിക്കാം. ഈ മുഴങ്ങുന്ന ശബ്ദം സംതൃപ്തിയും സന്തോഷവും അർത്ഥമാക്കുന്നു. പക്ഷേ പൂച്ചകൾക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോഴോ പരിക്കേൽക്കുമ്പോഴോ സ്വയം ആശ്വസിപ്പിക്കാനുള്ള ഒരു മാർഗമായും അവർ മുരളാറുണ്ട്. ചീറ്റുന്നത് വ്യക്തമാണ്. അത് മാറി നിൽക്കൂ, എനിക്ക് ഭീഷണിയായി തോന്നുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പൂച്ചകൾക്ക് പേടിയോ ഭീഷണിയോ തോന്നുമ്പോൾ അകലം പാലിക്കാനുള്ള അവരുടെ വഴിയാണിത്. ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചെലുക്കുന്നത് സാധാരണയായി അവർക്ക് എത്താൻ കഴിയാത്ത ഇരയെ കണ്ടു എന്നതിന്റെ സൂചനയാണ്. ഇത് അവരുടെ വേട്ടയാടൽ സ്വഭാവമാണ്, വീടിന് അകത്തായിരിക്കുമ്പോൾ പോലും. ശരീരഭാഷ ഇതിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ചെവിയുടെ സ്ഥാനം, നോട്ടം, ഉരസൽ എന്നിവ എങ്ങനെ അവരുടെ വികാരങ്ങൾ ക്ഷണിക്കുന്നു. ചെവി മുന്നോട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പൂച്ച ജാഗ്രത ഉള്ളവനും ചുറ്റുപാടുകളിൽ താല്പര്യമുള്ളവനുമാണ് എന്ന് സൂചിപ്പിക്കും. ചെവി പിറകിലേക്ക് മടക്കിയ നിലയിലാണെങ്കിൽ അത് ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ ദേഷ്യം എന്നിവയുടെ സൂചനയാണ്. നിങ്ങളുടെ പൂച്ച സന്തോഷത്തിലല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാധാരണ നിലയിലുള്ള ചെവി ഒരു ശാന്തമായ സ്വസ്ഥമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. പൂച്ചയുടെ കണ്ണുകളും ഒരു കഥ പറയുന്നു. അതൊക്കെ കണ്ണു ചിമ്മുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള പൂച്ചയുടെ വഴിയാണ്. നിങ്ങളുടെ പൂച്ചയോട് തിരിച്ചങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അത് അവർക്ക് ഒരു ചുംബനം നൽകുന്നത് പോലെയാണ്. വികസിച്ച പ്യൂപ്പിൾസ് ആവേശം, ഭയം അല്ലെങ്കിൽ അമിത ഉത്തേജനം എന്നിവയെ സൂചിപ്പിക്കുന്നു. കണ്ണ് ചിമ്മാതെയുള്ള നേരിട്ടുള്ള നോട്ടം പൂച്ചകളുടെ ഭാഷയിൽ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളോട് ഉരസുന്നത് വാത്സല്യത്തിന്റെയും നിങ്ങളോടുള്ള അടുപ്പത്തിന്റെയും അടയാളമാണ്. നിങ്ങൾ അവരുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് അവർ കാണിക്കുന്നു. വസ്തുക്കളിൽ മുഖവുരസുമ്പോൾ അവർ അവരുടെ സുഗന്ധഗ്രന്ഥികൾ ഉപയോഗിച്ച് അതിനെ തങ്ങളുടെ സ്ഥലമായി അടയാളപ്പെടുത്തുന്നു. തലകൊണ്ട് തട്ടുന്നത് വിശ്വാസത്തിന്റെയും വാത്സല്യത്തിന്റെയും ആത്യന്തിക അടയാളമാണ്. പൂച്ചകൾ കിടന്ന് വയറ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടൊപ്പം പൂർണ്ണമായും സുരക്ഷിതത്വം തോന്നുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഇനി വാലിന്റെ ഭാഷ. വാലിന്റെ വ്യത്യസ്ത സ്ഥാനങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നേരെ മുകളിലേക്ക് നിൽക്കുന്ന വാൽ നിങ്ങളുടെ പൂച്ച സന്തോഷമുള്ളവനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്, മറ്റുള്ളവരുമായി ഇടപെടാൻ തയ്യാറാണ് എന്ന് അർത്ഥമാക്കുന്നു. അഗ്രം വളഞ്ഞ നിലയിലുള്ള വാൽ ഒരു സൗഹൃദപരമായ ചോദ്യചിഹ്നം പോലെയാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ജിജ്ഞാസയുണ്ട്. വാല് വേഗത്തിൽ ചലിപ്പിക്കുന്നത് അസ്വസ്ഥത, ദേഷ്യം അല്ലെങ്കിൽ അതീവ ശ്രദ്ധ എന്നിവയെ സൂചിപ്പിക്കുന്നു. താഴ്ത്തിപ്പിടിച്ച വാൽ ഭയം, കീഴടങ്ങൽ അല്ലെങ്കിൽ സുഖമില്ലായ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു. വീർത്ത വാൽ നിങ്ങളുടെ പൂച്ച ഭയന്നിരിക്കുന്നു അല്ലെങ്കിൽ വലുതായി തോന്നാൻ ശ്രമിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. വാൽ ശരീരത്തിന് ചുറ്റും ചുറ്റിപ്പിടിക്കുന്നത് അനിശ്ചിതത്വം തോന്നുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കാനുള്ള ഒരു സ്വഭാവമാണ്. മൃദുവായി ആടുന്നത് സാധാരണയായി അവർ ശാന്തരാണ്, എന്നാൽ ചുറ്റുപാടുകളിൽ ജാഗ്രത പുലർത്തുന്നു എന്ന് അർത്ഥമാക്കുന്നു. വിറയ്ക്കുന്ന വാൽ പലപ്പോഴും ആവേശം അർത്ഥമാക്കും, പ്രത്യേകിച്ചും അവർ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ. ഓരോ വാലിന്റെ സ്ഥാനവും നിങ്ങളുടെ പൂച്ചയുടെ പദാവലിയിലെ ഒരു വ്യത്യസ്ത വാക്കാണ്. പൂച്ചകൾ അവരുടെ വാൽ നിങ്ങളെ സ്പർശിക്കുമ്പോൾ അത് കൈകോർക്കുന്നത് പോലെയാണ്, ആഴമായ വാത്സല്യത്തിന്റെ അടയാളം. ഇപ്പോൾ നിങ്ങൾക്ക് പൂച്ചകളുടെ രഹസ്യഭാഷ അറിയാം. മ്യാവുകൾ മുതൽ വാലിന്റെ ചലനങ്ങൾ വരെ, ഓരോ ശബ്ദവും ഓരോ ആംഗ്യവും ഓരോ വാലിന്റെ സ്ഥാനവും നിങ്ങളുടെ പൂച്ച നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതാണ്. അടുത്ത തവണ നിങ്ങളുടെ പൂച്ച നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ പൂച്ചയുടെ ഭാഷ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും നിങ്ങളെ രണ്ടുപേരെയും കൂടുതൽ സന്തോഷമുള്ളവരാക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.